സാറേ, ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ ഈ എക്സിറ്റ് പോൾ ബഹളത്തിനിടയിൽ അത് വാർത്തയല്ലെങ്കിൽ പോലും ഇന്ത്യക്കത് പ്രാധാന്യമുള്ളതും അന്താരാഷ്ട്ര വാർത്തകളിൽ പ്രാധാന്യം നേടേണ്ടതുമാണ് ആ വാർത്ത. വേണ്ടത്ര ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ വാർത്തയാണ് അത്. ഒന്നാമത്തെ കൗതുകം, പാകിസ്ഥാൻ പട്ടാളം കച്ചവടം തുടങ്ങുന്നു, വലിയ തോതിൽ വ്യാപാരവും വ്യവസായവും തുടങ്ങാൻ തീരുമാനിച്ചു എന്നാണ്. പട്ടാളത്തിൻ്റെ പണി എന്താണെന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ട്, അവിടെ ഇതൊന്നും ചെയ്യാൻ ഭരണകൂടങ്ങളില്ലേ, അവർക്ക് എന്താണ് പണി എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അതിനേക്കാളൊക്കെ പ്രധാനം ഇന്ത്യക്കാർക്ക് പ്രാധാന്യമായിട്ടുള്ളത്, അവർ പാകിസ്ഥാൻ പട്ടാളം ഒരു പ്രധാനപ്പെട്ട കച്ചവട മേഖലയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മുടെ പാക് അധീന കാശ്മീരാണ്. അപ്പോൾ വന്ന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന ആശങ്ക തീർച്ചയായിട്ടും ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനേക്കാൾ ഉണ്ടാവേണ്ടതാണ്. ആ വാർത്തയെ സാർ എങ്ങനെയാണ് കാണുന്നത്? ഈ ആദ്യം മാഷ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് വായിക്കുന്ന വാർത്തയാണ് എനിക്ക് ഓർമ്മ വന്നത്. അതായത് പാകിസ്ഥാൻ പട്ടാളത്തിന് 8 മാസമായി ശമ്പളം കിട്ടിയിട്ട് എന്ന് വായിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ വേറെ കച്ചവടമൊക്കെ നടത്തിയിട്ട് കാശുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. അതായത് പട്ടാളം അവിടെ ഒരു കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട്, ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ആ കമ്പനിയുടെ പേര് ഗ്രീൻ ടൂറിസം ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ. മനോഹരമായ പേരാണ്. പാകിസ്ഥാന്റെ പച്ചക്കും ചേരും, നമ്മുടെ കാശ്മീരിന്റെ പച്ചപ്പിനും ചേരും. അതെ, ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലാണ് ഇത് വരുന്നത്. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ ഒരുപാട് ഈ മലനിരകളും ഒക്കെ ഉള്ള നല്ല പച്ചയുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ 44 ടൂറിസം കേന്ദ്രങ്ങൾ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ സർക്കാരുമായിട്ട് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അവിടുത്തെ പ്രവിശ്യ സർക്കാരുമായിട്ട്. അതൊരു പ്രത്യേക ഭരണ സ്ഥലമാണത്. ശരിക്കും ഇന്ത്യക്ക് അവകാശപ്പെട്ട സ്ഥലമാണല്ലോ. ആണ്. എന്നാൽ പാകിസ്ഥാന് സമ്പൂർണ്ണമായ അധികാരം അവരുടെ മേൽ ഇല്ലതാനും. അപ്പോൾ 44 കേന്ദ്രങ്ങൾ 30 കൊല്ലത്തെ പാട്ടത്തിനാണ് എടുത്തിരിക്കുന്നത് പാകിസ്ഥാൻ പട്ടാളം. പട്ടാളം. അപ്പോൾ ഇത് സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെസിലിറ്റേഷൻ കൗൺസിൽ എന്ന് പറഞ്ഞൊരു കൗൺസിൽ അവിടെ ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട്. ആ കൗൺസിലിൻ്റെ കീഴിൽ പട്ടാളം പോയിട്ട് ഈ ഞങ്ങളിത് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് സർക്കാരുമായിട്ട് പോയി കരാർ ഒപ്പുവെച്ചതാണ് ഈ വാർത്ത. ഈ കമ്പനി ഗ്രീൻ ടൂറിസം ലിമിറ്റഡ് ഫ്ലോട്ട് ചെയ്തത് ജനുവരി 26-നാണെന്ന് ആ കമ്പനി രേഖകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ വർഷം നമ്മുടെ റിപ്പബ്ലിക് ഡേ അന്നാണ്, കൃത്യസമയത്ത്. അപ്പോൾ കുറേ വാണിജ്യപരമായ കാര്യങ്ങളൊക്കെ പട്ടാളം ഇപ്പോൾ ഓൾറെഡി ചെയ്യുന്നുണ്ടത്രേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഗ്യാസ് പെട്രോൾ സ്റ്റേഷനുകൾ, പെട്രോൾ ബങ്കുകളൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അവിടെ. പിന്നെ ചില വ്യവസായ യൂണിറ്റുകളുമൊക്കെ വ്യവസായ യൂണിറ്റുകളൊക്കെ ചെറുകിട വ്യവസായം പോലെ പെട്രോൾ പമ്പുകൾ, ഗ്യാസ്, പെട്രോളിയം സ്റ്റേഷനുകൾ, അതാണ് ഈ പെട്രോൾ ബങ്കുകൾ എന്ന് നമ്മളിവിടെ പറയുന്ന സ്ഥലം. പെട്രോൾ പമ്പ് എന്നൊക്കെ ഇവിടെ പറയില്ലേ, അത് അങ്ങനെ അതുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് ഈ വലിയ തോതിൽ ഈ പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് വന്ന് വലിയൊരു ഏരിയ ലീസിനെടുത്തിരിക്കുകയാണ്. 44 കേന്ദ്രങ്ങൾ എടുത്തിരിക്കുകയാണ്, ടൂറിസം കേന്ദ്രങ്ങൾ. ഉദാഹരണത്തിന് ഹോട്ടോ പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു തോട്ടത്തിൻ്റെ അവിടെയുള്ള ഗസ്റ്റ് ഹൗസുകളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ സ്കാർഡു എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഫോറസ്റ്റ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒറ്റ പാർക്കേ ഉള്ളൂ. ഈ സ്കാർദു എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ പാർക്ക് മൊത്തത്തിൽ ഇവരെടുത്തിട്ടുണ്ട്. ടൂറിസം അവിടെ ഗസ്റ്റ് ഹൗസും ഒക്കെ ഉള്ളത്. ഇതിൻ്റെ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ 35% ഈ വരുമാനം ലാഭത്തിൽ നിന്ന് കിട്ടുന്നതോ അത് സർക്കാരിന് കൊടുക്കും. ഉടമ്പടിയിൽ പറഞ്ഞിട്ടുണ്ട് 65% ഇവരെടുക്കും പട്ടാളം. പക്ഷേ ഈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷം 20% വാടകയും കൊടുക്കും. ആനുവൽ റെന്റ് 20% റെന്റ് സർക്കാരിന് കൊടുക്കും. ലാഭത്തിൽ 35% കൊടുക്കും. അതാണ്. അപ്പോൾ സർക്കാരിന് നഷ്ടമില്ല. സർക്കാരിന് നഷ്ടപ്പെടാൻ സർക്കാർ സമ്മതിക്കില്ല. അല്ല, തീർച്ചയായും. പ്രത്യേക ഇത് ഈ സ്ഥലം എന്ന് പറയുന്ന അതുപോലെ ഇത് ശരിക്കും ഖൈബർ പക്തൂൺവ എന്ന് പറഞ്ഞൊരു പ്രവിശ്യ ഉണ്ടല്ലോ പാകിസ്ഥാനിലെ, അഫ്ഗാനിസ്ഥാനിനോട് ചേർന്ന് കിടക്കുന്നത്.
അപ്പോൾ അവിടെ 17 മോട്ടലുകൾ, സത്രങ്ങൾ എന്ന് നമുക്ക് പറയാം, അതും ഇവര് പാട്ടത്തിനെടുത്തിട്ടുണ്ട് പട്ടാളം. അപ്പോൾ ഈ അതിർത്തികളിലൊക്കെ ശ്രദ്ധിക്കുന്നു. അത് വേറെ നമുക്കത് വരാം. ഇത് സത്യത്തിൽ ഇത് കശ്മീരിൽ ഇപ്പോൾ ഈ പാക് അധിനിവേശ കശ്മീരിലൊക്കെ വടക്ക് ഭാഗത്തുള്ളതാണിത്. ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാൻ എന്ന് പറയുന്നത് ഖൈബർ പഖ്തൂൺവ അതിർത്തിയിലുണ്ട്, അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലുണ്ട്, ചൈനയുടെ സിൻജിയാങ് അതിർത്തിയിലുണ്ട്. അതാണ് ലഡാക്ക് അതിർത്തിയിലുണ്ട്. യെസ്. അങ്ങനെ ആകുമ്പോൾ സാറേ ഇത് ഇവരുടെ ഒരു പുതിയ സ്ട്രാറ്റജിയാണോ? ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അയൽ രാജ്യങ്ങളുടെ അതിർത്തികളിൽ ബിസിനസ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ കച്ചവടം നടത്തുമ്പോൾ ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലോ. പലതരത്തിൽ സ്പൈ വർക്ക് ചെയ്യാൻ പറ്റും. ടൂറിസ്റ്റുകളുടെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടാവും. അങ്ങനെ അതിർത്തികളിൽ കച്ചവടം നടത്തിക്കൊണ്ട് ഒരു പുതിയ നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ഒരു പുതിയ സുരക്ഷാ സംവിധാനം കൂടിയാണോ ഇതിൻ്റെ ഒരു ഭാവന? ഞാൻ സത്യത്തിൽ അതിൽ കൂടുതലാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ചൈനയുടെ തന്ത്രമല്ലേ എന്ന് തന്നെ എനിക്ക് സംശയമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബെയ്ജിങ്ങിൽ 1995 പോയിരുന്നു. അപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു. ഈ ഹോട്ടൽ ആരാ നടത്തുന്നത്? നമ്മളൊരു ഉടമസ്ഥൻ, ഒരു മുതലാളി ഉണ്ടാവുന്നതാണല്ലോ കരുതുന്നത്. അപ്പോൾ റിസപ്ഷനിലിരുന്നവർ എന്നോട് പറഞ്ഞു ഇത് പട്ടാളാണ് നടത്തുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ചൈനയ്ക്ക് ഈ അജണ്ട നേരത്തെ ഉണ്ട്, ഈ ഏർപ്പാട്, ഇങ്ങനൊരു സിസ്റ്റം അവിടെ ഉണ്ട്. അപ്പോൾ ഒന്നുകിൽ ഇവർ ചൈനക്ക് പഠിക്കുകയാണോ അതോ ചൈന പാകിസ്ഥാൻ പട്ടാളത്തെ മൊത്തമായി ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്ന് പറയുന്ന പോലെ ഡിക്റ്റേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് മൊത്തം. അല്ലെങ്കിലും ഇന്ത്യയോടുള്ള സമീപനത്തിൽ കുറെ കാലം കാരണം ഈ POKയിൽ കൂടിയിട്ട് അവർ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിൽ ഇൻഫ്രാസ്ട്രക്ചർ റോഡൊക്കെ പണിയുന്നുണ്ടല്ലോ ചൈന. അപ്പോൾ തൊട്ടടുത്ത സ്ഥലത്ത് കൂടി, അതായത് ചൈനയുടെ താല്പര്യങ്ങൾ ആയിരിക്കാം. അല്ല സാർ, ഇത് ചൈനയാണ് സാർ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഈ ചൈനയ്ക്ക് ഇങ്ങനെ സംവിധാനമുണ്ട്. പട്ടാളങ്ങൾ അവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ. ഹോട്ടലുകൾ ധാരാളം അവിടെ പട്ടാളം നടത്തുന്ന ഹോട്ടലുകൾ. അല്ല, ഇത് ചൈനക്കല്ലാത്ത ആർക്കും ഇതുവരെ നമ്മൾ കേട്ട് ലോകരാജ്യങ്ങളുടെ ഏതെങ്കിലും പട്ടാളങ്ങൾ അന്ന് ചൈന നടത്തുന്നു എന്ന് പറഞ്ഞപ്പോഴും എനിക്ക് അത്ഭുതമായിരുന്നു. അങ്ങനെ ചെയ്യുന്നുണ്ട് അവിടെ എന്നുള്ള. കാരണം പട്ടാളത്തിന് രാജ്യരക്ഷയല്ലേ ശരിക്കുള്ള ജോലി. അപ്പോൾ ഇവർക്ക് ഈ ബിസിനസ്സൊക്കെ നടത്താൻ എങ്ങനെ സമയം കിട്ടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി വേറൊരു സാറ് നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഇതിന് കാരണമാവാം. രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് രാജ്യത്തിൻ്റെ കാവൽക്കാരായ രാജ്യത്തിൻ്റെ സുരക്ഷാ ഭടന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്ത വിധം രാജ്യം പാപ്പരാകുമ്പോൾ സ്വീകരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടാവും. അതല്ല, വേറൊരു സാധ്യത ആലോചിച്ച് നോക്കൂ. പട്ടാളത്തെ തന്നെ ചൈന ഹയർ ചെയ്യുകയും അല്ലെങ്കിൽ ചൈന ദത്തെടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് പാകിസ്ഥാൻ പോയിട്ടുണ്ടോ? ഇപ്പോൾ മാഷ് പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, അതായത് ഈ കുത്തുവാള എടുക്കുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. അത് പക്ഷേ IMFൽ നിന്നൊരു എക്സ്റ്റെൻഡഡ് ലോൺ ഇപ്പോൾ പാകിസ്ഥാൻ വാങ്ങിക്കുന്നുണ്ട്, വായ്പ. അതിൽ IMF ഒരുപാട് ഉപാധികൾ വെച്ചിട്ടുണ്ട്, കണ്ടീഷൻസ്. അതനുസരിച്ചിട്ട് പാകിസ്ഥാൻ അവിടെയുള്ള പ്രധാനപ്പെട്ട പല പൊതുമേഖലാ സ്ഥാപനങ്ങളും വിൽക്കുന്നുണ്ട്. അത് വിൽക്കുകയാണ്, സെല്ലിങ് ഓഫ്. ശരി. ഇപ്പോൾ ഉദാഹരണത്തിന് പാകിസ്ഥാൻ എയർലൈൻസ്, ആ പട്ടികയിലുള്ള 172 പൊതുമേഖല സ്ഥാപനങ്ങളോ മറ്റോ ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാകിസ്ഥാൻ എയർലൈൻസ് ആണ്. പാകിസ്ഥാൻ എയർലൈൻസിന് ഈ അമേരിക്കയിൽ മാൻഹാട്ടനിൽ ഒരു ഹോട്ടലുണ്ട് അവർക്ക്, പാകിസ്ഥാൻ എയർലൈൻസ്. റൂസ്വെൽറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട്. ആ ഹോട്ടലും ഈ വിൽപ്പനയ്ക്ക് വെച്ചതിൽ പെടും. അപ്പോൾ അതൊരു വഴിക്ക് നടക്കുന്നുണ്ട്. മാഷ് സംശയിച്ച കാര്യം ഓൾറെഡി ഇപ്പോഴ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക, അതിപ്പോൾ സംഭവിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ കൂടെ ഉള്ള വേറെ വർത്തമാനമാണിത്. ശരി. പട്ടാളം ബിസിനസ്സിന് ഇറങ്ങുന്നു എന്നുള്ളത്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധാനത്തിലേക്കാണ് കാര്യങ്ങൾ. നമ്മുടെ അതിർത്തിയിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ POKയിൽ നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് അവിടെ ചൈനീസ് പട്ടാളത്തിൻ്റെ സാന്നിധ്യങ്ങൾ ധാരാളമായിട്ട് കാണുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. അവരുടെ എൻജിനീയറിംഗ് യൂണിറ്റുകൾ, തുരങ്കങ്ങൾ പണിയുക, പാതകൾ പണിയുക, ഇതൊക്കെ POKയിൽ
അവിടെ സാന്നിധ്യം കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ POKയിൽ സെപ്റ്റംബർ 30-ന് മുമ്പ് നമ്മൾ ഈ കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ 24 സീറ്റ് POKയിൽ വെച്ചിരിക്കുകയാണല്ലോ, POKയ്ക്ക് നമ്മുടെ സ്ഥലം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ചേർത്തല്ലേ വായിക്കേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ പിന്നെ 24 സീറ്റുകൾ POKയിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളൊരു കരുതലും ഒക്കെ വെച്ചിട്ട് ചൈനീസ് പട്ടാളത്തിനൊരു താവളങ്ങൾ കൊടുക്കുന്നത് പോലും അല്ലേ എന്ന് എനിക്കൊരു സംശയമുണ്ട്. തീർച്ചയായിട്ടും സംശയിക്കണം അല്ലേ. മാത്രമല്ല നമ്മുടെ അതിർത്തികളിലൊക്കെ, പ്രത്യേകിച്ചും ഇന്ത്യയോട് വളരെ ക്ലോസ് ആയിട്ടുള്ള അതിർത്തികളിലൊക്കെ ഈ കച്ചവട സ്ഥാപനങ്ങൾ വ്യാപകമായിട്ട് വരിക ആർക്കും ഒന്നും സംശയിക്കാൻ പറ്റാത്ത മട്ടിൽ. കാരണം പട്ടാളം 44 അവിടെ ടൂറിസം യൂണിറ്റുകൾ എടുത്ത് കച്ചവടത്തിന് എന്ന് പറയുമ്പോൾ അവിടെ മുഴുവൻ പട്ടാളത്തിൻ്റെ സാന്നിധ്യം വരികയാണല്ലോ, ഫുൾ ടൈം വരും. അവരുടെ റെജിമെൻറ്റുകളും ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ. എന്ന് പറഞ്ഞാൽ ഈ പട്ടാളം ഭരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥ വരും അവിടെ. അതായത് അവിടെ ഒരു പ്രവിശ്യ സർക്കാരുണ്ട്, അതിനു പുറമെ ഇവരുടെ സാന്നിധ്യം കൂടി വരുന്നു. മൊത്തത്തിൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് സാർ? സത്യത്തിൽ ചൈനയുടെ അത് ഈ ശ്രീലങ്കയ്ക്ക് പറ്റിയ പോലെയാണ്, കടക്കെണിയിലാണ്. ചൈനയുടെ ഡെത്ത് ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് ചൈനയ്ക്ക്. ആഫ്രിക്കയിലെ വരിഞ്ഞു മുറുക്കുക. സാധാരണ ചെയ്യുന്നത് ഈ ഖനികളും പ്രകൃതി വിഭവങ്ങളും ഒക്കെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ് ചൈന പോയി പണിയെടുത്തിരിക്കുന്നത്. നമ്മുടെ അയലത്ത് എല്ലായിടത്തും ഇത് ചെയ്യുന്നുണ്ട്. ശ്രീലങ്ക, നേപ്പാള്, പാകിസ്ഥാൻ, മ്യാൻമാർ, ചൈന ഇവിടെയൊക്കെ പോയി പണിതിട്ടുണ്ട്. എല്ലാവർക്കും പണി കൊടുത്തിട്ടുണ്ട് അല്ലേ? എല്ലാവർക്കും കടം കൊടുത്തിട്ട് അവരെ വിലക്കെടുത്തിട്ടുണ്ട്. അന്തിമമായി അവരെ ജപ്തി ചെയ്യാം. നമ്മൾ കടം കൊടുക്കുക, എന്നിട്ട് ആ ജനതയെയും ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനെയും അതിന്റെ ആസ്തികളെയും ജപ്തി ചെയ്യുക. അതെ, ഹബ്ബൻ ടോട്ട തുറമുഖം 99 വർഷത്തേക്ക് പാട്ടത്തിനെടുത്താണ് ശ്രീലങ്കയില്. അപ്പൊ അയലത്തൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതാണ് ചൈനയെ പലപ്പോഴും നമുക്ക് നേരിടാനൊക്കെയുള്ള പ്രയാസം വരുന്നത്. ഇതിലിപ്പോ ഇങ്ങനെ ചെയ്യുന്നതിൽ ഈ ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിലെ ചില രാഷ്ട്രീയ സംഘടനകളും മുസ്ലിം സംഘടനകളും എതിർത്തിട്ടുണ്ട്. ഇപ്പോൾ മജ്ലിസ് ഈ വഹ്ദത്തുൽ മുസ്ലിമീൻ, മജ്ലിസ് വഹ്ദത്തുൽ മുസ്ലിമീൻ അവര് എതിർത്തിട്ടുണ്ട്. അവാമി ആക്ഷൻ കമ്മിറ്റി എതിർത്തിട്ടുണ്ട്. അവാമി ആക്ഷൻ കമ്മിറ്റി ആണല്ലോ ഇപ്പൊ POKയില് പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയത്. ഞങ്ങൾക്ക് ഇന്ത്യയിൽ ലയിക്കണം, ഈ പരിപാടിക്ക് പട്ടാളം ഇറങ്ങുന്നതിനെതിരാണ് പ്രക്ഷോഭങ്ങൾ. പിന്നെ 10 ഖാരീൻ സുപ്രീം കൗൺസിൽ ഓഫ് അസ്തോർ എന്ന് പറഞ്ഞ സ്ഥലത്തെ 10 ഖാരീൻ സുപ്രീം കൗൺസിൽ, അവരും ഇങ്ങനെ സംഘടനകൾ, ഇസ്ലാമിക സംഘടനകളൊക്കെ ഇതിനെ എതിർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ ഗ്രൗണ്ട് ലെവലിൽ പുതിയ പ്രക്ഷോഭങ്ങൾ വരാൻ പോകുന്നതിനെതിരായിട്ട്. അതെ അതെ. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകൾ ഈ ചൈനീസ് താല്പര്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയായിരിക്കണം POKയിലും ചൈന റോഡ് പണിയുന്നുണ്ടല്ലോ. അപ്പോൾ 20 PWD അവിടുത്തെ ഗസ്റ്റ് ഹൗസിൽ 17 വനം വകുപ്പ് ഗസ്റ്റ് ഹൗസുകളൊക്കെ. പക്ഷേ ഇന്ത്യ ആവശ്യമായ ജാഗ്രതയും കരുതലും ഒക്കെ എടുക്കുന്നുണ്ടാവില്ലേ സാർ, സ്വകാര്യമായിട്ടെങ്കിലും പുറത്ത് പറഞ്ഞില്ല? ഇന്ത്യ ഇത് അറിഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കണമല്ലോ. ഞാൻ അങ്ങനെ തന്നെ ഉള്ള ഇൻഫർമേഷനാണ് ഈ പറയുന്നത്, കിട്ടിയതല്ലേ. ഓക്കെ. അപ്പോൾ എന്തായാലും ഈ പലതരത്തിലുള്ള കൗതുകവും പലതരത്തിലുള്ള ആശങ്കയും ഉണർത്തുന്ന വാർത്തയാണിത്. അത് ഒന്ന്, പാകിസ്ഥാൻ്റെ സമ്പദ്ഘടന എന്താണ്; 2, ചൈനയുടെ ഈ മേഖലയിൽ ആകെ പടർന്നു വരുന്ന താല്പര്യങ്ങൾ എന്തൊക്കെയാണ്; ചൈന നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, കടം കൊടുത്ത് മുടിച്ചു കളഞ്ഞ രാജ്യങ്ങൾ, കടം കൊടുത്ത് ജപ്തിയെടുത്ത രാജ്യങ്ങൾ, ഇനി ഏതൊക്കെ രാജ്യത്തിന് നേരെ അത്തരം ഇവിടെയും ചൈന അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഈ കോവിഡിന് തൊട്ട് മുമ്പ് നമ്മുടെ ഈ സ്റ്റാർട്ടപ്പുകളുണ്ടല്ലോ, ചെറുതായിട്ട് പുതിയ ആളുകൾ തുടങ്ങുന്നതൊക്കെ സ്റ്റാർട്ടപ്പുകൾ, പിന്നെ ഈ സൂപ്പർ സ്റ്റോർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരുപാട് പലർക്ക് ഇതിലൊക്കെ വന്ന് 10 സെൻസ് ആലിബാബ എന്നൊക്കെ പറഞ്ഞ കമ്പനികളില്ലേ ചൈന, അവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ എന്നിട്ടത് തടഞ്ഞു. അതെ. പക്ഷെ നമ്മുടെ മൈക്രോ ഫൈനാൻസിന്റെ വിദഗ്ധന്മാരുടെ കയ്യിലൊന്നും ഇമാതിരി വാർത്തകളോ വർത്തമാനങ്ങളോ ഒന്നും ഇപ്പോഴും എത്തിച്ചേർന്നു. അവരൊന്നും ഇത് പറയാറുണ്ടായിരുന്നില്ല.
ഇവിടുത്തെ ധാരാളം സ്റ്റാർട്ടപ്പുകളിൽ ചൈന ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ലാർജ് സ്കെയിലിൽ. നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻ്റൊക്കെ എടുത്ത് കളയുകയും അതെ അതെ IT മേഖലകളിൽ പ്രത്യേകിച്ച് യെസ് യെസ് കുറേ ചൈനീസ് 14-15 ചൈനീസ് കമ്പനികൾ ഇവിടെ വന്ന് ലാർജ് സ്കെയിലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്തായാലും ഇന്ത്യയോട് ചരിത്രത്തിൽ ഒരിക്കൽ യുദ്ധം ചെയ്ത ശത്രുരാജ്യമെന്ന് വിളിക്കാവുന്ന രാജ്യമാണ് ചൈന. ഒന്നിലേറെ തവണ യുദ്ധം ചെയ്ത് ഇപ്പോഴും തലവേദന ഉണ്ടാക്കുന്ന അയൽരാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാൻ രാജ്യത്തിൻ്റെ പട്ടാളത്തെ ചൈന എന്ന രാജ്യം വിലക്കെടുത്തിരിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ഭരണകൂടത്തെ പാകിസ്ഥാൻ ഭരണകൂടത്തെ തന്നെ ചൈന സ്വന്തമാക്കിയിരിക്കുന്നു എന്നൊരു വാർത്തയാണിത്. ആ വാർത്ത എത്തേണ്ട കേന്ദ്രങ്ങളിലൊക്കെ അതിൻ്റെ ജാഗ്രത എത്തട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. തീർച്ചയായിട്ടും സാറ് നൽകുന്ന സൂചനകൾ വെച്ച്, കിട്ടുന്ന വാർത്തകൾ വെച്ച് അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതെ, പാക് അധീന കശ്മീരിൽ ആര് തന്നെ അത്തരം പ്രക്ഷോഭങ്ങൾ ഉയർത്തിയാലും അതൊരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള സമരം തന്നെയാണ് എന്നും നമുക്ക് ഈ ഘട്ടത്തിൽ തിരിച്ചറിയാം. ഇന്ത്യക്കും ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠങ്ങളൊക്കെ പാഠമാകേണ്ടതുണ്ട് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഘട്ടത്തിൽ ഈ ചർച്ച, ഈ വാർത്ത ബ്രേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം.